ദൈവം സൃഷ്ടിച്ച ഭൂമി പാഴോ ശൂന്യമോ അല്ലായിരുന്നു, മറിച്ച് സൃഷ്ടിച്ചെന്ന് പറയാം ആ ഭൂമി മില്യൺസ് ഓഫ് ഇയേഴ്സിൻ്റെ പഴക്കം കൊണ്ട്, മാറ്റം കൊണ്ട് അത് പാഴും ശൂന്യവും ആയി മാറി. അങ്ങനെയാണെങ്കിൽ ഡൈനോസേഴ്സ് എങ്ങനെയാ പെട്ടകത്തിൽ കയറിയത്? എന്നാൽ ഡൈനോസേഴ്സ് പൊട്ടകത്തിൽ കയറി നിന്നോട് ആരാ പറഞ്ഞത്? അല്ലേ? ഡൈനോസേഴ്സ് ഏത് കാലത്ത് ജീവിച്ചിരുന്നതാ? ദൈവം കൈവിട്ട് കളഞ്ഞ ആ ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ സ്കെലറ്റിനെ എടുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ട് ഇതിലിപ്പോൾ പറയാണ് ഇതെന്നായിരുന്നു. മില്യൺസ് ഓഫ് ഇയേഴ്സിന് മുമ്പ് സംഭവിച്ചൊരു കാര്യം മോശയ്ക്ക് എങ്ങനെ അറിയാം? ഒരു ചോദ്യം. രണ്ട്, മോശ എങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽസ് തന്നു? രണ്ടാമത്തെ ചോദ്യം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യത്തിനിടയ്ക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു സെൻറ്റൻസ് ഉണ്ട്. ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല. എന്താ ട്രാൻസ്ലേറ്റ് ചെയ്ത് എനിക്കറിയത്തില്ല. സെൻറ്റൻസ് ഇതാണ്: ബാറ എലോഹീം ല അഷോത്ത്. ഈ സൃഷ്ടിയോട് സംസാരിക്കുവാൻ ദൈവം ഒരു ഡേറ്റ് ആൻഡ് ടൈം ഫിക്സ് ചെയ്തിട്ടു. ഹിബ്രു ഭാഷയിൽ നമുക്കത് ടിക്കുഫ എന്ന് പറയും. ടിക്കുഫ എന്ന് പറഞ്ഞാൽ ഗോഡ്സ് അപ്പോയിൻറ്റഡ് ടൈം എന്നാണ്. യേശുക്രിസ്തു ഭൂമിയിൽ ജനിക്കുന്നതിന് കാലസമ്പൂർണ്ണത വന്നപ്പോൾ അല്ലേ? ഗോഡ്സ് അപ്പോയിൻറ്റഡ് ടൈം. നിന്നോട് സംസാരിക്കാൻ ദൈവം ഒരു ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട്. വിശ്വസിക്കാൻ കഴിയുമോ? എങ്കിൽ വിശ്വസിക്കണം. ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാനിൽ നിന്ന് എന്തെല്ലാം വീണുപോയിരിക്കുന്നു. ഇത് ഇസ്രായേലിന് മനസ്സിലാക്കി കൊടുക്കുന്നൊരു ഭാഗമാണ്. ഇരമ്യാവിനെ എവിടെ അയക്കുന്നത്? കുശവൻ്റെ വീട്ടിലയക്കുന്നത് അല്ലേ? കുശവൻ ചക്രത്തിന്മേൽ പണിതുകൊണ്ടിരിക്കുക. തൻ്റെ കയ്യിൽ നിന്ന് കളികൊണ്ട് താഴെ വീണു. പോക്കോട്ടെന്നേ നമ്മളതിന് ദൂരെ കളയും. ഈ കുശവനോ അതെടുത്തു, അതിന് വീണ്ടും എടുത്തു. വീണ്ടും അതിനെ ഇടിയാൻ തുടങ്ങി. വീണ്ടും ചക്രത്തിൽ വെച്ചു. വീണ്ടും അതിനെ പണിയാൻ തുടങ്ങി. അപ്പോൾ ഇത് സൃഷ്ടിയുടെ ആരംഭം മുതൽ ദൈവം ചെയ്യുന്ന കാര്യം. യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു അവസരം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനുള്ള ഈ അവസരം പ്രയോജനപ്പെടുത്തുക. നമ്മോടുകൂടെ കർത്താവിൻ്റെ ദാസൻ റവറൻഡ് ഡോക്ടർ ബാബു ജോൺ വേട്ടമല അവറുകളുണ്ട്. കർത്താവിൻ്റെ ദാസൻ കഴിഞ്ഞുപോയ എപ്പിസോഡുകളിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുകയുണ്ടായി. വീണ്ടും ഇന്നത്തെ ദിവസം ഈ എപ്പിസോഡിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ നമ്മോട് സംസാരിക്കുന്നു. താങ്ക് യു ഫെനിച്ചൻ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ബെറഷീത്ത്, ബാറ, എലോഹീം ഈ 3 വാക്കുകളെ പറഞ്ഞുള്ളൂ. ആദിയിൽ ദൈവം സൃഷ്ടിച്ചു. അവിടെ ഒരു ഡിറക്റ്റ് ഓബ്ജക്റ്റാണ്. ഡിറക്റ്റ് ഓബ്ജക്റ്റിന് വാട്ട് എന്നൊരു ചോദ്യം അതിൻ്റെ പിന്നെ മുമ്പിലുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ദൈവം എന്തോ സൃഷ്ടിച്ചെന്ന് ഈ പറയുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയാത്ത, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ലാത്ത, പക്ഷെ മാതൃഭാഷയ്ക്ക് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ടെർമിനോളജി അവിടെ ഉണ്ട്. ബെറഷീത്ത്, ബാറാഖ്, എലോഹീം. ദൈവം ആദിയിൽ സൃഷ്ടിച്ചു. ത്രിയേക ദൈവം ആദിയിൽ സൃഷ്ടിച്ചു. ഇന്ന് നമ്മൾ യഹൂദനത് മനസ്സിലാക്കിയത് പറയുന്നത്. നമ്മളതങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. ഇനി നമ്മളങ്ങനെ മനസ്സിലാക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നുമില്ല. പക്ഷേ യഹൂദൻ അങ്ങനെ മനസ്സിലാക്കിയിരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ. ആദിയിൽ ദൈവം, ത്രിയേക ദൈവം സൃഷ്ടിച്ചു. ഏറ്റെന്ന് പറഞ്ഞാൽ അലഫും താവും സൃഷ്ടിച്ചെന്നാണ്. അലഫ് എന്നുള്ളത് എബ്രായ ഭാഷയിലെ ആദ്യത്തെ അക്ഷരവും താവു എന്നുള്ളത് അവസാനത്തെ അക്ഷരവുമാണ്. അപ്പോൾ ദൈവം എന്ത് സൃഷ്ടിച്ചു?
22 അക്ഷരങ്ങളുടെ ഹീബ്രു ആൽഫബറ്റ് ദൈവം ആദിയിൽ സൃഷ്ടിച്ചു. ഇത് യഹൂദന്മാരുടെ വിശ്വാസമാണ്. നമ്മളങ്ങനെ വിശ്വസിച്ചില്ലെന്നുകൊണ്ട് നമുക്ക് ഒരു കുഴപ്പം വരുന്നില്ല. പക്ഷെ ചിലയിടത്ത് വരുമ്പം അങ്ങനെ വിശ്വസിച്ചില്ലെങ്കിൽ നമ്മുടെ വേദപുസ്തക വിശദീകരണം തെറ്റായിപ്പോവും. അതുകൊണ്ട് വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. എബ്രായ ഭാഷയുടെ 22 അക്ഷരങ്ങളെന്ന് പറയുന്നത് ഈ സൃഷ്ടിപ്പിൻ്റെ ഫൗണ്ടേഷൻ ബ്ലോക്സ് ആണ്. എബ്രായ ഭാഷയിലെ 22 അക്ഷരങ്ങളെന്ന ഇഷ്ടിക കൊണ്ടാണ് ദൈവം പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ചത്. അവിടെ കയറി ഒരു കാര്യം ചോദിച്ചോട്ടെ? യെസ്. അവിടെ മലയാളത്തിൽ നമ്മൾ വായിക്കുന്ന ദൈവം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ ആകാശവും ഭൂമിയും എന്നുള്ളതാണോ എറ്റ് എന്ന് വരുന്ന ആ വാക്ക്? അല്ല. എറ്റ് എന്നുള്ളത് ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റാണ് ഈ വരുന്നത് കാണിക്കുന്നത്. 1. 2, അപ്പോൾ അവിടെ എബ്രായ ഭാഷയിൽ ആകാശവും ഭൂമിയും എന്നുള്ള പദങ്ങൾ വരുന്നുണ്ടോ? വരുന്നുണ്ട്. അത് നമ്മളങ്ങോട്ട് വരാൻ പോവാം. പക്ഷെ അതിനു മുമ്പ് ഈ എറ്റ് വരുമ്പോൾ എറ്റിൻ്റെ പ്രോബ്ലം 1 അത് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. ഒരു ഭാഷയിലും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല. ഒരു ഭാഷയിൽ ഇതുവരെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല. എറ്റുകൊണ്ട് അവരർത്ഥമാക്കുന്നത് എബ്രായ ഭാഷയിലെ അക്ഷരമാലകളായ 22 അക്ഷരങ്ങൾ ദൈവം ആദ്യം സൃഷ്ടിച്ചു. കാരണം ആകാശഭൂമി സൃഷ്ടിക്കാൻ പോവാം. സൃഷ്ടിക്കുന്നതിന് മെറ്റീരിയൽസ് വേണം. എന്ത് മെറ്റീരിയൽസ്? ഈ 22 അക്ഷരങ്ങൾ. ഈ 22 അക്ഷരങ്ങൾ എന്ന് പറയുമ്പോൾ ശബ്ദങ്ങൾ 22 ശബ്ദങ്ങളെയാണ് ആദ്യം സൃഷ്ടിച്ചത്. നമ്മളതിനെ ശബ്ദമെന്ന് പറയുമ്പോൾ, അക്ഷരത്തിന് നമ്മൾ ശബ്ദമെന്ന് പറയുമ്പോൾ കുറേ കൂടെ വ്യാപകമായ തലം അതിനുള്ളത്. 1, ഈ ഓരോ അക്ഷരത്തിനും ഒരു ഷേപ്പുണ്ട്. 2, ഈ അക്ഷരത്തിനൊരു പേരുണ്ട്. ആ ഷേപ്പിനൊരർത്ഥമുണ്ട്, ആ പേരിനൊരർത്ഥമുണ്ട്. ഈ അക്ഷരത്തിനൊരു സൗണ്ടുണ്ട്, ശബ്ദം. ആ ശബ്ദത്തിൻ്റെ അർത്ഥമുണ്ട്. ഈ അക്ഷരത്തിനൊരു സംഖ്യാമൂല്യമുണ്ട്, ആ സംഖ്യാമൂല്യത്തിൻ്റെ അർത്ഥമുണ്ട്. ഇത്രയും കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിലെ ഏത് കാര്യവും എന്താണ് എന്ന് പറയുവാൻ കഴിയും. ഏത് കാര്യവും എന്താണെന്ന് പറയും. വിശുദ്ധ തിരുവചനത്തിൽ പറഞ്ഞ ഏത് കാര്യവും എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയാൻ കഴിയും. നമ്മുടെ വേറൊരു ടോപ്പിക്സ് ആണെങ്കിലും ഇപ്പോൾ ഫിനിഷൻ ചോദിച്ചുകൊണ്ട് ഞാനൊന്ന് ക്ലിയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു, ഞാനാണ് സത്യം. ഞാൻ സത്യമാണ്. ഐ ആം ട്രൂത്ത്. എന്തുവാ ട്രൂത്ത്? നമുക്കറിയാം എന്താ ട്രൂത്ത് എന്ന്. എന്തുവാണ് ട്രൂത്ത് എന്ന് നമ്മളോട് ചോദിക്കുന്നത് വരെ നമുക്കറിയാം. വാട്ട് ഈസ് ട്രൂത്ത് എന്ന് ചോദിക്കുന്ന ആ നിമിഷം നമുക്ക് അതറിയത്തില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാവും. അതുകൊണ്ടാണ് അഗസ്റ്റിൻ ഒരിക്കൽ പറഞ്ഞത്, ഇഫ് യു ആസ്ക് മീ ഐ ഡോണ്ട് നോ, ഇഫ് യു ഡോണ്ട് ആസ്ക് മീ ഐ നോ. നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എനിക്കറിയത്തില്ല, ചോദിക്കാതിരിക്കാമെങ്കിൽ എനിക്കറിയാം. എന്താണ് സത്യം? സത്യം എന്ന വേർഡിൻ്റെ ഹീബ്രു വേർഡ് എമെറ്റ് എന്നാണ്. എമെറ്റ് 3 അക്ഷരങ്ങൾ. ഒന്നാമത്തെ അക്ഷരം ആദ്യത്തെ അക്ഷരമായ അലഫ്, രണ്ടാമത്തെ അക്ഷരം നടുക്കത്തെ അക്ഷരമായ മെം, മൂന്നാമത്തെ അക്ഷരം അവസാനത്തെ അക്ഷരമായ താവു. എന്താണ് സത്യം? സ്റ്റാർട്ടിങ് ഫ്രം ദ വെരി ബിഗിനിങ് ത്രൂ ദ മിഡിൽ ടു ദ വെരി എൻഡ്. ഒരു സംഭവത്തെപ്പറ്റി നിനക്ക് സത്യം അറിയാമോ എന്ന് കോടതി ചോദിക്കുമ്പോൾ ഏതാണ്ടൊക്കെ എന്ന് പറയാൻ പറ്റത്തില്ല. കുറച്ചൊക്കെ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സ്റ്റാർട്ടിങ് ഫ്രം ദ വെരി ബിഗിനിങ് ത്രൂ ദ മിഡിൽ ടു ദ വെരി എൻഡ്. ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുൻപ്, ആ ബിഗിനിങ് മുതൽ ഈ ലോകം മുഴുവനും അറ്റ് ദ വെരി മിഡിൽ, ആൻഡ് ഈ ലോകം അവസാനിച്ച് കഴിയുമ്പോഴും ഞാൻ ബാക്കി കാണും. അതാണ് ഞാൻ സത്യം. അപ്പം നിനക്ക് സത്യം അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സംഭവത്തിൻ്റെ ആദ്യം മുതൽ ത്രൂ ദ മിഡിൽ ടു ദ എൻഡ് നിനക്കറിയാമോ എന്നാണ്. യേശുക്രിസ്തു സത്യമാണെന്ന് പറയുമ്പോൾ താൻ എവിടെ തുടങ്ങുന്നു? എന്തെങ്കിലും തുടങ്ങുന്നതിന് മുമ്പ് തുടങ്ങുന്നു. എന്നിട്ട് ഒളിച്ചു പൊടി പോയി ഇല്ല, ഈ പ്രപഞ്ചത്തിൻ്റെ മധ്യത്തിലുണ്ട്. എന്നുവരെ കാണും? ഈ ആകാശഭൂമി ഒഴിഞ്ഞിട്ട് പുതിയ ആകാശവും ഭൂമി പുതി വരുമ്പം അവിടെയും യേശുക്രിസ്തു ഉണ്ട്. അപ്പം എറ്റ്
സ്റ്റാർട്ടിങ് ഫ്രം ദ വെരി ബിഗിനിങ് ത്രൂ ദ മിഡിൽ ടു ദ വെരി എൻഡ്. അപ്പം ആദിയിൽ ദൈവം യഹൂദന്മാർ പറയുന്നതനുസരിച്ച് ഈ 22 ഇഷ്ടികകൾ സൃഷ്ടിച്ചു. എന്നിട്ട് ഈ ഇഷ്ടികൾ ഓരോന്ന് പറക്കി വെക്കുമ്പോൾ എന്ത് കിട്ടി? നമുക്ക് ഒരു സംഗതി, ഒരു സംഭവം, ഒരു വസ്തു, ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു അർത്ഥം കിട്ടി. ഇനി നമുക്ക് ആ ഓരോ അക്ഷരത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമെങ്കിൽ നമുക്ക് ആ സാധനം എന്താണെന്ന് മനസ്സിലാവും. അറിയത്തില്ലെങ്കിലോ നമുക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് എബ്രായ ഭാഷയ്ക്ക് ഒരു ഹീബ്രു ഡിക്ഷണറിയുടെ ആവശ്യമില്ല എൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ. ഒരു ഹീബ്രു ഡിക്ഷണറി ആവശ്യമില്ല എൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ. ആ ടോപ്പിക്സ് എബ്രായ ഭാഷയുടെ പ്രത്യേകത എന്നുള്ളത് ഞാൻ വേറൊരു എപ്പിസോഡിൽ പറയാനാണ് ഉദ്ദേശിക്കുന്നത്, ഇവിടെ അല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. ബെറഷീത്ത് ബാറ എലോക്കീം എറ്റ് ഹഷമായീം. ഹഷമായീം എന്ന് പറഞ്ഞാൽ ആകാശം. വ എറ്റ് ഹ അറട്സ്, അതിനുശേഷം അറട്സ് അല്ലെങ്കിൽ ഭൂമിയും സൃഷ്ടിച്ചു. ഇതാ ഒന്നാമത്തെ വാക്യം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചെന്ന് പറയുന്നിടത്ത് ഇത്തരം വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വാ ഹ അറട്സ് ഹയേഥ തോഹു വാ ബോഹു. വാ ഹ അറട്സ്, ആ ഭൂമി. ഏത് ഭൂമി? ഏത് ഭൂമി? ആ സൃഷ്ടിച്ച അതേ ഭൂമി. ദി എർത്ത് വാസ് വോയിഡ് ആൻഡ് എംപ്റ്റി എന്ന് ഇംഗ്ലീഷിലും ഭൂമി പാഴും ശൂന്യമായിരുന്നുവെന്ന് മലയാളത്തിലും പറയുമ്പോൾ നമുക്ക് എന്തേ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ? പാഴും ശൂന്യമായൊരു സാധനം ദൈവം സൃഷ്ടിച്ചു. ദി എർത്ത് വാസ് വോയിഡ് ആൻഡ് എംപ്റ്റി. ദൈവം സൃഷ്ടിച്ച ഭൂമി പാഴും ശൂന്യമായിരുന്നു. അല്ല, ദൈവം ഭൂമിയെ പാർപ്പിനായി സൃഷ്ടിച്ചതാണ്. ആ ദൈവത്തിൻ്റെ ഭൂമി, ഈ കാര്യം മോശ പറയുന്നത് 3500 വർഷങ്ങൾക്ക് മുൻപ്. ഈ കാര്യം സംഭവിച്ചത് മില്യൺസ് ഓഫ് ഇയേഴ്സിന് മുമ്പ്. മില്യൺസ് ഓഫ് ഇയേഴ്സിന് മുമ്പ് സംഭവിച്ചൊരു കാര്യം മോശയ്ക്ക് എങ്ങനെ അറിയാം? ഒരു ചോദ്യം. 2, മോശ എങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽസ് തന്നു? രണ്ടാമത്തെ ചോദ്യം. ഈ 2 ചോദ്യത്തിൻ്റെ അർത്ഥം നമുക്ക് കണ്ടെത്താൻ കഴിയാത്തതാണ് ഒരു പക്ഷെങ്കിൽ ഉൽപ്പത്തി പുസ്തകം നമുക്കൊരു മരീചികയായി അവശേഷിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം നമുക്ക് അർത്ഥമറിയാൻ കഴിയാത്ത, അർത്ഥം വിവരിക്കാൻ കഴിയാത്ത ഒരു മരീചികയായി മാറിയിരിക്കുന്നതിൻ്റെ കാരണം ഇത് നമുക്ക് മനസ്സിലായില്ല. ഏത് മനസ്സിലായില്ല? ഒന്ന്, ഈ സംഭവം മില്യൺസ് ഓർ ബില്യൺസ് ഓഫ് ഇയേഴ്സ് അഗോ. മോശ ഇത് പറയുന്നത് എന്ന് ഇന്നേക്ക് 3500 വർഷങ്ങൾക്ക് മുൻപ്. അപ്പം ആ അറിവ് മോശയ്ക്ക് എവിടെ നിന്ന് ലഭിച്ചു? ഇതാണ് നമ്മുടെ ഒരു ചോദ്യം. അതിന് ഞാൻ മറുപടി പറയുന്നതിന് മുൻപ് ഈ സംഭവിച്ച കാര്യത്തെപ്പറ്റി പറയാൻ പോവാം. വാ ഹ അറട്സ്, ദൈവം സൃഷ്ടിച്ച ആ ഭൂമി. അടുത്ത സെൻറ്റൻസ് ഹയേഥ. ഹയേഥ. ഹയേഥ എന്ന വേർഡിന് വോസ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നു. ശരിയാണോ? പ്രോബ്ലമുണ്ട്. ശരിയാണ്. വീണ്ടും ചോദിക്കും, ശരിയാണോ? പ്രോബ്ലമുണ്ട്. ശരിയല്ല. എന്തുകൊണ്ട്? ഒരു ഹീബ്രു വേർഡിന് അതിൻ്റെ അക്ഷരങ്ങൾ കൂട്ടിയാണ് അർത്ഥം കണ്ടുപിടിക്കേണ്ടത്. ഇപ്പം നമുക്ക് കൂടച്ചക്ക, കു ഴ ച ക, ഈ 4 അക്ഷരത്തിന് പ്രത്യേക അർത്ഥമൊന്നുമില്ല. ഉണ്ടോ വിനിച്ച? ഇല്ല, ഇല്ല. പക്ഷേ എബ്രായ ഭാഷയിൽ ഹ യെ ഥ, ഈ 3 അക്ഷരങ്ങൾക്കും അർത്ഥമുണ്ട്. ആ 3 അക്ഷരങ്ങളുടെ അർത്ഥം കൂട്ടിയാണ് ഈ വാക്കിൻ്റെ അർത്ഥം പറയേണ്ടത്. അടുത്ത ചോദ്യം, ഇത് ചെയ്തിരുന്ന വില്യം ടിൻഡേൽ എന്ന ട്രാൻസ്ലേറ്റർക്ക് ഈ കാര്യം അറിയാമായിരുന്നോ? 100% അറിയാമായിരുന്നു. അടുത്തത്, പിന്നെ എന്തിനാ വോസ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തത്? ഇവിടെ ഭാഷയിൽ ഇവിടെ വേർഡില്ല. അതായത് ഇംഗ്ലീഷ് ഭാഷ അതിൻ്റെ ബേബിഹുഡിൽ ഇരിക്കുന്ന കാലത്ത്
അന്ന് ഇംഗ്ലീഷ് ഭാഷയ്ക്ക് സ്പെല്ലിംഗ് ഇല്ല, കൃത്യമായ അക്ഷരങ്ങളില്ല, പെനൻസിയേഷൻ ഇല്ല, ഗ്രാമറില്ല, വെക്കാബിലിറ്റി ഇല്ല. ഏതുപോലെ 6 മാസം പ്രായമുള്ളൊരു കുഞ്ഞ്, 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ വർത്തമാനം പറയാൻ പഠിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും? 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ വർത്തമാനം പറയാൻ പഠിപ്പിക്കുന്ന ഒരു മനുഷ്യൻ്റെ ശ്രമമാണ് കിങ് ജെയിംസ് ബൈബിൾ എന്ന നമ്മുടെ ഈ പുസ്തകം. അന്ന് ഈ ഭാഷയ്ക്ക് ഒന്നുമില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു വേർഡ് അങ്ങ് എഴുതിയിട്ട് എൻ്റെ മീനിങ് ഇന്നതാണ്, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ താഴെ ഫുട് നോട്ട് എഴുതിയേ പറ്റത്തുള്ളൂ. പക്ഷേ പിൽക്കാലത്ത് എഡിറ്റേഴ്സ് ഈ ഫുട് നോട്ട് ദൂരെ കളഞ്ഞു, നമുക്കറിയത്തില്ല. അങ്ങനെ ഹയേത്ത എന്ന വേർഡ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയാഞ്ഞതുകൊണ്ട് മാരകമായ, വളരെ വളരെ വിനാശകരമായ ആശയങ്ങൾ നമ്മുടെ അകത്ത് കയറി വന്നു. എന്താശയം കയറി വന്നത്? ദൈവം സൃഷ്ടിച്ച ഭൂമി പാഴും ശൂന്യമായിരുന്നു. ദൈവം സൃഷ്ടിച്ച ഭൂമി പാഴോ ശൂന്യമോ അല്ലായിരുന്നു, മറിച്ച് സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ ആ ഭൂമി മില്യൺസ് ഓഫ് ഇയേഴ്സിൻ്റെ പഴക്കം കൊണ്ട്, മാറ്റം കൊണ്ട് അത് പാഴും ശൂന്യവും ആയി മാറി. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, ഫിനിഷ് എൻ്റെ വീട് കുറച്ച് വർഷമാണ് നിങ്ങൾ പണിതിട്ടില്ല, 50 വർഷമൊന്നും ആയില്ല. ഇല്ല. ഈ വീട് നിങ്ങൾ ഉപേക്ഷിച്ചു, നിങ്ങളുടെ 25 വർഷം പോയി അമേരിക്ക താമസിക്കുക. അത് കഴിഞ്ഞ് വന്ന് നിങ്ങൾ തുറന്നു നോക്കുമ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് കയറി താമസിക്കാൻ കഴിയുന്ന വീടായിരിക്കും ഇത്? അല്ല. അല്ലേ? എല്ലാം പാഴായി. ഫാനൊന്നും കാശിനുള്ളത്തില്ല, കറങ്ങത്തില്ല, ലൈറ്റൊന്നും കത്തത്തില്ല, കസേരയെല്ലാം പൊടിയടിച്ചിട്ട് കൊള്ളത്തില്ല. അങ്ങനെയാണ് 25 വർഷം കൊണ്ട് ഈ പുതിയ വീടിന് സംഭവിക്കുമെങ്കിൽ ദൈവം സൃഷ്ടിച്ച ആദ്യത്തെ ഭൂമി മില്യൺസ് ഓഫ് ഇയേഴ്സ് അത് ദൈവം ഉപയോഗിക്കാതിരുന്നപ്പോൾ, ദൈവനെ കൈവിട്ടപ്പോൾ അതിന് സംഭവിച്ച അവസ്ഥയ്ക്കാണ് തോഹു വ ബോഹു എന്ന് പറഞ്ഞത്. അതായത് ആ സൃഷ്ടിച്ച ഭൂമി മില്യൺസ് ഓഫ് ഇയേഴ്സിൻ്റെ പഴക്കം കൊണ്ട് തോഹുവും ബോഹുവുമായിട്ട് മാറുകയായിരുന്നു, പാഴും ശൂന്യമായിട്ട് രൂപാന്തരപ്പെടുകയായിരുന്നു. അപ്പോഴെന്താ സംഭവിച്ചത്? അപ്പോൾ സംഭവിച്ചത് ഇത് വെള്ളം കയറി അങ്ങ് മൂടി. ഹോഷക് അൽ പെനൈറ്റ ഹോം എന്നാണ്. ഹോഷക് എന്ന ഇരുളെന്നാണ്. ഇരുള് ഈ വെള്ളത്തിൻ്റെ മണ്ടയ്ക്കും കയറി. ഇനി നമുക്കൊരു കാര്യം നോക്കാം. ദൈവം സൃഷ്ടിച്ച മനോഹരമായ ഭൂമി, പാർപ്പിന് വേണ്ടി സൃഷ്ടിച്ചത്. ആ ഭൂമിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? നമ്മളെക്കാട്ടിൽ എലിവേറ്റഡായ ബീയിങ്സ് ഉണ്ടായിരുന്നു. ആളുകൾ, മനുഷ്യരെന്ന് പറയരുത്, ആളുകൾ, ജീവികൾ, നമ്മളെക്കാൾ എലിവേറ്റഡായ ജീവികൾ. അപ്പം നിയോനത്താൻ മാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്കെലിറ്റൻ പൊക്കിക്കൊണ്ട് വരുന്നുണ്ടല്ലോ, ആണല്ലോ. നമ്മളൊക്കെ വലുതല്ലയോ? ഹ്യൂമൻ സ്കെലിറ്റൻ പോലെയല്ലേ ഇരിക്കുന്നത്? ആണ്. ഡൈനോസേഴ്സിന് നമ്മൾ അതുപോലെ പൊക്കിക്കൊണ്ട് വരുന്നില്ലയോ? അല്ലേ? എന്നോട് ഒരിക്കലും അപ്പച്ചൻ ചോദിച്ചു, ഡൈനോസേഴ്സിൻ്റെ വലിപ്പം ഇതാ, നോഹയുടെ വെട്ടത്തിൻ്റെ വലിപ്പം ഇതാ. കേട്ടല്ലോ. ഉറുമ്പിനെ തീപ്പെട്ടിക്കകത്ത് കയറ്റിക്കൊണ്ടോ? അല്ലേ? പൂച്ചക്കുഞ്ഞിനെ തീപ്പെട്ടിക്കകത്ത് കയറ്റിക്കൊണ്ടുപോകാൻ പറ്റും? ഇല്ല. പൂച്ചക്കുഞ്ഞിനെ തീപ്പെട്ടിക്കകത്ത് കയറ്റാമെന്ന് പറഞ്ഞാൽ ഏതും വിശ്വസിക്കാം. ഡൈനോസേഴ്സിനെ നോഹയുടെ പെട്ടകത്തിൽ കയറുക്കാമെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഡൈനോസേഴ്സ് എങ്ങനെയാണ് പെട്ടകത്തിൽ കയറിയത്? എൻ്റെ ഡൈനോസേഴ്സ് പെട്ടകത്തിൽ കയറി നിന്നോട് ആരാ പറഞ്ഞത്? ഇല്ലേ? ഡൈനോസേഴ്സ് ഏത് കാലത്ത് ജീവിച്ചിരുന്നതാ? ദൈവം കൈവിട്ട് കളഞ്ഞ ആ ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ സ്കെലറ്റിനെ എടുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ട് നിങ്ങളിപ്പോൾ പറയാണ് ഇതെന്നായിരുന്നു എന്ന് പറയുന്നത്. നമ്മൾ അങ്ങോട്ട് വരാൻ പോവാം. അപ്പം ഭൂമി പാഴും ശൂന്യമായി, ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു,
ഇനി അടുത്തത്, നമുക്കൊരു ലാൻഡ് കാണാൻ പോകും, നമുക്കൊരു പ്രദേശത്ത് പോകാം. അവിടെ ചെന്ന് കുറേ വെള്ളം കയറി കിടക്കുന്ന ഒരു ലാൻഡ് ഒരാൾ കാണിച്ചു, കംപ്ലീറ്റ് വെള്ളം കയറി കിടക്കുക. അപ്പം ചേട്ടാ, ഈ ലാൻഡ് ഒരു 250-500 ഏക്കറുണ്ട്, ഇതില്ല ചേട്ടൻ, അല്ലെങ്കിൽ 1000 ഏക്കറുണ്ട്, ചേട്ടൻ ഇത് വെള്ളമൊക്കെ പറ്റിച്ച് നല്ല റിസോർട്ടുകളിലും റെസിഡൻസ് അപ്പാർട്ട്മെൻറ്റൊക്കെ പണിത് ആൾക്കാർക്ക് വിറ്റ്, ഒറ്റ കുഴപ്പമേ ഉള്ളൂ, ഓരോരുത്തർക്കും ഓരോ ബോട്ടൂടെ കൊടുക്കണം. എന്തിന്? വെള്ളം രക്ഷപ്പെടാൻ വേണ്ടി. പിന്നൊരു കാര്യം, അവിടെ ഒരിക്കലും വെട്ടം ഉണ്ടാകത്തില്ല. ഇലക്ട്രിസിറ്റി ലൈറ്റും ഇല്ല, നാച്ചുറൽ ലൈറ്റും ഇല്ല, അവിടെ ഒന്നുമില്ല. അപ്പം ദൈവം തൻ്റെ കൈകൊണ്ട് സൃഷ്ടിച്ച ഭൂമിക്ക്, സൃഷ്ടിച്ച കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ലേ, ആ മെനഞ്ഞുണ്ടാക്കിയ ഭൂമിക്ക് ഇപ്പോഴെന്താ സംഭവിച്ചത്? പാഴായി, ശൂന്യമായി, ഇരുളടഞ്ഞു, വെള്ളം കയറി. ഇതിൽ നമുക്കെന്താ മനസ്സിലാക്കാനുള്ളത്? ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ പോലും there comes a time it doesn't serve its purpose forever. ദൈവം ഏത് പേർപ്പസിന് വേണ്ടി അതിനെ സൃഷ്ടിച്ചോ ആ പേർപ്പസ് അതിന് ഫുൾഫിൽ ചെയ്യാൻ കഴിയുന്നില്ല. ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ പ്രത്യേകത കേട്ടോ പിന്നിച്ച, ദൈവം ഒരു കാര്യം സൃഷ്ടിക്കുന്നതിന് മുൻപേ അതിൻ്റെ പേർപ്പസ് ദൈവം സൃഷ്ടിക്കും. നമ്മുടെ സഹോദരിമാരെ ഷോപ്പിംഗ് പോലെ അവിടെ ചെല്ലുമ്പോൾ അതും ഇതെല്ലാം കടച്ചാൽ എല്ലാം മേടിച്ചുകൊണ്ട് വരും. ഇതെന്തിനാ? ഞങ്ങൾ മേടിച്ചതുണ്ട്, ഇതെന്തിനാ? എന്തെങ്കിലും ഉപയോഗം. ദൈവം അങ്ങനെയല്ല. അല്ല, ആദ്യം ദൈവം ഇതെന്തിനാണ് താൻ സൃഷ്ടിക്കുന്നുള്ളത്, അതിൻ്റെ പേർപ്പസ് ദൈവം ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ആ സൃഷ്ടിയെ സൃഷ്ടിക്കും. നിങ്ങൾ ചോദിച്ചേക്കും, ഇതെവിടുത്തെ കണ്ടുപിടുത്തമാണ്? ലഭിച്ച ഇതെവിടുത്തെ കണ്ടുപിടുത്തമാണ്? ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യത്തിനിടയ്ക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു സെൻറ്റൻസ് ഉണ്ട്. ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല. എന്താണ് ട്രാൻസ്ലേറ്റ് ചെയ്തത് എനിക്കറിയത്തില്ല. സെൻറ്റൻസ് ഇതാണ്: ബാറ എലോഖീം ല അഷോത്ത്. എത്രാമത്തെ വാക്യം? 1-2 ഇടയ്ക്കാണ്. ബാറ എലോഖീം ല അഷോത്ത് എന്ന് പറഞ്ഞാൽ 1-ാമത്തെ അധ്യായം 2-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളുടെ ഇടയിൽ കിടക്കുക. ബാറ എലോഖീം ല അഷോത്ത് എന്ന് പറഞ്ഞാൽ ദൈവം സൃഷ്ടിക്കുന്നതിന് മുൻപ് ഓരോന്നിനെയും എന്തിനാണ് സൃഷ്ടിക്കുന്നത് എന്ന പേർപ്പസ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ദൈവം സൃഷ്ടിച്ചത്. അങ്ങനെയാണെങ്കിൽ നിന്നെ സൃഷ്ടിച്ചപ്പോഴോ കിടക്കട്ടോറണം കൂടെ ഭൂമിക്ക് പകരമായിട്ട് അങ്ങനെയാണ് വിളിച്ച അല്ല, ഒരു ഉദ്ദേശത്തിന് വേണ്ടി, പേർപ്പസിന് വേണ്ടിയാണ്. പക്ഷെ ദൈവത്തിൻ്റെ പേർപ്പസിൽ നിന്ന് ദൈവത്തിൻ്റെ ഭൂമി വീണുപോയി. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാനിൽ നിന്ന് എന്തെല്ലാം വീണുപോയിരിക്കുന്നു. ഇത് ഇസ്രായേലിന് മനസ്സിലാക്കി കൊടുക്കുന്നൊരു ഭാഗമാണ്. ഇരമ്യാവിനെ എവിടെ അയക്കുന്നത്? കുശവൻ്റെ വീട്ടിലയക്കുന്നത് അല്ലേ? കുശവൻ ചക്രത്തിന്മേൽ പണിതുകൊണ്ടിരിക്കുക. തൻ്റെ കയ്യിൽ നിന്ന് കളിമണ്ണ് താഴെ വീണുപോയി. പോക്കോട്ടെന്നേ നമ്മളതിന് ദൂരെ കളയും. ഈ കുശവനോ അതെടുത്തു, അതിനെ വീണ്ടും എടുത്തു, വീണ്ടും അതിനെ ഇടിയാൻ തുടങ്ങി, വീണ്ടും ചക്രത്തിൽ വെച്ചു, വീണ്ടും അതിനെ പണിയാൻ തുടങ്ങി. അപ്പോൾ ഇത് സൃഷ്ടിയുടെ ആരംഭം മുതൽ ദൈവം ചെയ്യുന്ന കാര്യമാണ്. ഏത്? തൻ്റെ മാസ്റ്റർ പ്ലാനായ തൻ്റെ ഭൂമി പാഴും ശൂന്യമായി വെള്ളം കയറി നിറഞ്ഞു, ഇരുളടഞ്ഞു, ഒന്നിനും കൊള്ളത്തില്ല. ദൈവം എന്ത് ചെയ്തു? പൊക്കോട്ടെന്ന് കണ്ടോ? പൊക്കോട്ടെന്ന് കണ്ടില്ല. പിന്നെന്താ ചെയ്തത്? അടുത്തത് അപ്പം പെറഷീത്ത് ബറ എലോഖീം എറ്റ് ഹഷമായി വയറ്റ് അറച്ച് വഹ അറച്ച് ഹയത്ത തോഹു വബഹു. അടുത്തത് വഹോഷക് അൽപ്പനെറ്റ് ഹോ, ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു. അടുത്തത് വറുവാഖ് എലോഖീം മെറഖാപെറ്റ് അൽ ഹഷമായി. റുവാഖ് എലോഖീം മുഴുവൻ കഴിഞ്ഞു, പാഴായി, ശൂന്യമായി, ഇരുളടഞ്ഞു, വെള്ളം കയറി, ആർക്കും വേണ്ട. യു ആർ നോട്ട് ഓഫ് നോ യൂസ്
ഇനി നിന്നെ ഒന്നിനും കൊള്ളത്തില്ല. ദൈവത്തിൻ്റെ പേർപ്പസിലേക്ക് നിന്നെ ഒരിക്കലും കൊണ്ടുവരാൻ കഴിയത്തില്ല. വീണുപോയി. എല്ലാവരും കൈവിട്ടു. എല്ലാവരും കൈവിട്ട് കഴിഞ്ഞിട്ടും ഒരാൾ കൈവിടാതെ ബാക്കി നിൽക്കുക. ആരാന്നറിയാമോ? റുവാഖ് എലോഹീം, സൃഷ്ടിച്ചവൻ്റെ ആത്മാവ്. സൃഷ്ടിച്ചവൻ്റെ ആത്മാവ് എന്ത് ചെയ്തു? മെറഹാപ്പെറ്റ്, മെറഹാപ്പ് എന്നല്ല, മെറഹാപ്പെറ്റ് എന്ന ഒരമ്മ തൻ്റെ കുഞ്ഞിനെ പൊതിഞ്ഞ് പിടിച്ചിരിക്കുക. ഡോക്ടർ പറഞ്ഞു കൊച്ചിന് സീരിയസാ, ഹോപ്പ്ലെസ്സാ, ജീവിച്ചിരിക്കത്തില്ല എന്ന് പറയുമ്പം ഒരമ്മ എന്നാൽ പിന്നെ പോട്ടെ, ആ തോട്ടിലോട്ട് കളഞ്ഞേക്കാം, പോട്ടെ എന്ന് കാണുമോ? ഇല്ല. പിടിക്കുക, മുറുകെ പിടിച്ചിരിക്കുക. സൃഷ്ടിച്ചവൻ്റെ ആത്മാവ് മുറുകെ പിടിച്ചിരിക്കുക. ഇവിടെ എന്താ മനസ്സിലാക്കാനുള്ളത്? ദൈവം നിന്നെ സൃഷ്ടിച്ചത് വലിയ പദ്ധതിക്ക് വേണ്ടിയാണ്. പക്ഷെ അത് നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് ദൈവത്തിൻ്റെ പ്ലാൻസിൽ നിന്ന് നീ വീണുപോയി. എല്ലാവരും നിന്നെ ഉപേക്ഷിച്ചു. ഇനി ഒറിജിനൽ പ്ലാനിലേക്ക് നീ ഒരിക്കലും വരത്തില്ല എന്ന് നിൻ്റെ മനസ്സിന് നിന്നോട് പറയുമ്പോഴും ഒരാൾ നിന്നെ മുറുക്കെ പിടിച്ചിരിക്കുക. മലയാളത്തിൽ പഴയൊരു പാട്ടുണ്ട്, കൈവിടുകില്ല ഇനി ഒരു നാളും എന്ന് വാക്ക് പറഞ്ഞവൻ മാറുമോ? വാനവും ഭൂമിയും പോയാലും വാഗ്ദത്തം സുസ്ഥിരമല്ലയോ? പിടിച്ചിരിക്കുക, ഇങ്ങനെ പിടിച്ചിരിക്കുക. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായി? നീ പാഴാന്നും ശൂന്യമാന്നും ഇനി നിന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്നും നിന്നെ വേണ്ടെന്നും ഒക്കെ എത്രയോ പ്രാവശ്യം മറ്റുള്ളവർ നിൻ്റെ മീതെ വിധി എഴുതിയപ്പോഴും നീ ഇന്നും ജീവിച്ചിരിക്കാൻ കാര്യമെന്താ? നീ ഇന്നും മിടുക്കനായിട്ട് നടക്കാൻ കാര്യമെന്താ? ഒരാൾ നിന്നെ പിടിച്ചിരിക്കുക. ആര്? സൃഷ്ടിച്ചവൻ്റെ ആത്മാവ് നിന്നെ മുറുകെ പിടിച്ചിരിക്കുക. എന്തിനാ മുറുകെ പിടിച്ചിരിക്കുന്നത്? അടുത്ത സെൻറ്റൻസിൽ യോമർ എലോഹീം, നീ നഷ്ടപ്പെട്ടു പോയി, സകലം തീർന്നു പോയപ്പോൾ സൃഷ്ടിച്ചവൻ 2-3 കാര്യങ്ങൾ ചെയ്തു. ഒന്നാമത്തെ കാര്യം, നിന്നെ മുറുക്കെ പിടിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവിന് കൽപ്പന കൊടുത്തു. പിടിച്ചേക്കണം, വിടരുത്, 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 ദുഷ്ടനേൽപ്പിച്ചു കൊടുക്കരുത്. 2, നിന്നോട് സംസാരിക്കുവാൻ സൃഷ്ടിച്ചവന് ആഗ്രഹമുണ്ട്. യുവർ ക്രിയേറ്റഡ് വാണ്ട്സ് ടു സ്പീക്ക് ടു യു. അത് നീ മനസ്സിലാക്കുന്നതുവരെ സൃഷ്ടാവാകുന്നിരിക്കും. നിന്നോട് സൃഷ്ടാവിന് ഇന്നും സംസാരിക്കുവാൻ ആഗ്രഹമുണ്ട്. യെസ്, എന്നോട് സംസാരിക്കണം എൻ്റെ സൃഷ്ടാവേ. God who created me in your likeness and image, അങ്ങയുടെ രൂപത്തിലും സാദൃശ്യത്തിലും അങ്ങനെ സൃഷ്ടിച്ചെങ്കിൽ അങ്ങനോട് സംസാരിക്കണം, എനിക്ക് ശബ്ദം കേൾക്കണം. അപ്പോൾ സൃഷ്ടാവ് 1 പാഴും ശൂന്യമായ തൻ്റെ സൃഷ്ടിയെ മുറുകെ പിടിക്കാൻ തൻ്റെ ആത്മാവിനോട് ആവശ്യപ്പെട്ടു. 2, ഈ സൃഷ്ടിയോട് സംസാരിക്കുവാൻ ദൈവം ഒരു ഡേറ്റ് ആൻഡ് ടൈം ഫിക്സ് ചെയ്തിട്ടു. ഹിബ്രു ഭാഷയിൽ നമുക്കത് ടിക്കുഫ എന്ന് പറയും. ടിക്കുഫ എന്ന് പറഞ്ഞാൽ ഗോഡ്സ് അപ്പോയിൻറ്റഡ് ടൈം എന്നാണ്. യേശുക്രിസ്തു ഭൂമിയിൽ ജനിക്കുന്നതിന് കാലസമ്പൂർണ്ണത വന്നപ്പോൾ അല്ലേ, ഗോഡ്സ് അപ്പോയിൻറ്റഡ് ടൈമാണ്. നിന്നോട് സംസാരിക്കാൻ ദൈവം ഒരു ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട്. വിശ്വസിക്കാൻ കഴിയുമോ? എങ്കിൽ വിശ്വസിക്കണം. സൃഷ്ടിച്ചവൻ്റെ ആത്മാവ് മുറുകെ പിടിക്കുകയും സൃഷ്ടിച്ചവൻ നിന്നോട് സംസാരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. എൻ്റെ ഈ ബൈബിൾ പഠനം കേൾക്കുമ്പോൾ, പഠിപ്പീര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം, പാഴായി ശൂന്യമായി ഇനി നിന്നെ കൊള്ളത്തില്ല.
ഏർലി റിട്ടയർമെൻ്റ് എടുത്തോ, അല്ലെ ട്രാൻസ്ഫർ എടുത്തോ, അല്ലെ പൂട്ടിക്കോ, തീർന്നു നീ എന്ന് പറഞ്ഞിട്ടും നിന്നെ ഒരാൾ മുറുകെ പിടിച്ചിരിക്കുക. ഇതിനെന്നറിയാമോ? സൃഷ്ടാവിന് നിന്നോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. ആ ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. When his tikkufa came means when his right appointed time came, താൻ നിർണയിച്ച സമയമായപ്പോൾ വാ യോമർ എലോകീം, സകലതും തീർന്നു കഴിഞ്ഞപ്പോൾ വാ ഫിനിഷ്ഡ് എവരിത്തിങ്, എല്ലാം തീർന്നു, എല്ലാ പ്രതീക്ഷയും തീർന്നു, ഒന്നും അവിടെ ഇല്ല, സകലവും ശൂന്യമായി. ഒരാൾ പിടിച്ചിരിക്കുന്നുള്ളവരെ അറിയുന്നുമില്ല. സകലതും തീർന്നുവെന്ന് നീ ചിന്തിച്ചപ്പോൾ വാ ആ പോയിന്റിൽ യോമറലോഖീം, ദൈവം കൽപ്പിച്ചു. ദൈവം നിന്നോട് കൽപ്പിച്ചു. എന്താ ദൈവം തന്നെ സൃഷ്ടിയോട് കൽപ്പിച്ചെന്നറിയാമോ? യഖി ഓർ വയഖി ഓർ എന്ന യഖി, ആദ്യത്തെ ദൈവശബ്ദം യഖി. ഇതിൻ്റെ അർത്ഥം ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞു തീരുന്നതിന് മുൻപ്, ഞാൻ പറഞ്ഞ തീരുന്നതിന് മുൻപ് സംഭവിക്കണം. യഖി, ഇപ്പം സംഭവിക്കണം. ഈ ശബ്ദം പുറത്ത് വന്ന് തീരുന്നതിന് മുൻപ് സംഭവിക്കണം. എന്ത് സംഭവിക്കണം? യഖി ഓർ, ഇവിടെ വെളിച്ചമുണ്ടാകണം. എന്താ വെളിച്ചമുണ്ടാകണം? ജീവൻ തുടിക്കുന്ന വെളിച്ചമുണ്ടാകണം. ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ആ ദൈവം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ആ ദൈവം ഇന്നും നിൻ്റെ സാഹചര്യം കാണുക. ആ ദൈവത്തിന് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഇവിടെ ഇപ്പോൾ. Is it a healing you need? ഇവിടെ ഒരു വളരെ വ്യക്തിപരമാകുന്ന നിലയിലുള്ള ദൂത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിത്തരുന്നതിനാൽ ഡോക്ടർ ബാബു ജോൺ അവറുകൾ താങ്കളുടെ വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ മരണകരമാകുന്നൊരു സാഹചര്യം ഉണ്ടായില്ലേ? ആ സാഹചര്യത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് പുറത്തു വന്നു. ആ ഭാഗം 1-2 മിനിറ്റ് ഒന്ന് തൊട്ട് പോകാം. 2018 മെയ് മാസത്തിൽ HLH എന്ന മാരകമായ രോഗം പിടിച്ച് ഒരു ഇൻഫെക്ഷനാണ്, എയർബോൺ ഇൻഫെക്ഷനാണ്. അത് പിടിച്ചു കഴിഞ്ഞാൽ ആരും ഇന്നുവരെ ജീവിച്ചിട്ടില്ല. HLH, നിങ്ങൾ കമ്പ്യൂട്ടർ HLH, ആരും ജീവനോടില്ല. ഈ HL പിടിച്ച് ഞാൻ കേരളത്തിൽ നിന്ന് ലണ്ടനിലോട്ട് പോകുമ്പോഴാണ്, ഫ്ലൈറ്റിൽ വെച്ചാണ്. എയർപോർട്ടിൽ ചെന്നു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവർ രോഗം കണ്ടുപിടിച്ചു. എൻ്റെ ഭാര്യ പറഞ്ഞു ഹോപ്പലെസ്, ഇതിനൊരു മരുന്നും ഇന്നുവരെ ഇല്ല. കൊണ്ട് ക്യാൻസർ വാർഡിൽ കിടത്തി. എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് ഡോക്ടേഴ്സിൻ്റെ വൈഫ് ചോദിച്ചു. പറഞ്ഞു ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ലൈഫ് സപ്പോർട്ടിങ് മെഷീനൊക്കെ എടുത്തു വെച്ചു. തൊണ്ടയ്ക്കൊരു അനക്കമുണ്ട്. ഞാൻ മരിച്ചത് എനിക്ക് നല്ലതുപോലെ ഓർമ്മയുണ്ട്. ഒരു പക്ഷേ വേറൊരു വീഡിയോയിൽ പറയാം, നിയർ ഡെത്ത് എക്സ്പീരിയൻസ്. ഡോക്ടേഴ്സിൻ്റെ വൈഫിനോട് പറഞ്ഞത്, അവിടെ നിൽക്കുക, ഈ അനക്കം മാറുമ്പോൾ ഒരു പെട്ടിക്കകത്താക്കി തന്നുവിടാം. 2.5 weeks. രാവിലെ വരുമ്പോൾ പറയും വെയിറ്റ് ചെയ്യും, അനക്കം തീർന്ന ഉടനെ പെട്ടിക്കകത്താക്കി തരാം. സന്ധ്യയാകുമ്പോൾ പറയും പൊക്കോ, നാളെ രാവിലെ, ഇന്ന് രാത്രി മരിക്കും, നാളെ രാവിലെ ആകുമ്പോൾ ഞാൻ പെട്ടിക്കകത്താക്കി തരാം. 2.5 weeks. ലണ്ടൻ ഹാമസ്മിത്ത് ഹോസ്പിറ്റൽ എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് ഡെഡ് മരിച്ചെന്ന് എഴുതി വെച്ചതാ. പക്ഷെ അതിനു മുമ്പ് ഞാനൊരു ദൂത് പ്രസംഗിക്കുമായിരുന്നു. ഇസ്രായേലിൻ്റെ വെളിച്ചം ഒരു തീയാകും. അവൻ്റെ പരിശുദ്ധനായ ഒരു ജ്വാലയായിരിക്കും. അത് കത്തും. ഒറ്റ ദിവസം കൊണ്ട് നിന്റെ മുള്ളും പിറക്കാരെയും ദഹിപ്പിച്ച് കളയുമെന്ന്. മനുഷ്യപുത്രനായി അസ്ഥികൾ ജീവിക്കുമോ? ജീവിക്കുമെന്ന് പ്രസംഗിച്ച ആളാണ് ഞാൻ പ്രസംഗിച്ച അതേ ദൂത് എൻ്റെ ജീവിതത്തിൽ തിരിച്ചടിച്ചു. 2.5 ആഴ്ച ഡെഡ് ബോഡിയായി കിടന്ന്, നഖമെല്ലാം കറുത്തും
പല്ലെല്ലാം പോയി, റിയൽ ഡെഡ് ബോഡി കരിഞ്ഞ ഒരു കരിക്കട്ടയായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. അന്ന് ലണ്ടനിലുള്ള മലയാളി ക്രിസ്ത്യൻസ് കാണാത്ത ആരുമില്ല. ഒറ്റ സെക്കൻഡ് കൊണ്ട് 100% പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ബോഡി തിരികെ വരികയായിരുന്നു. യഖി ഓർ വയഖി ഓർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ സൗഖ്യമുണ്ടാകട്ടെ. യഖി നിർഭ വയഖി നിർഭ. ഡോക്ടർ എഴുതി തള്ളിയിട്ട്, വൈദ്യശാസ്ത്രം എഴുതി തള്ളിയിട്ട്, മരുന്ന് മന്ത്രം എഴുതി തള്ളിയിട്ടും നിന്നെ മരണത്തിൽ വിധിക്കാൻ മാറ്റി വച്ചിരിക്കുന്നെങ്കിൽ യഹി നിർഭ വയഖി നിർഭ, ഇവിടെ സൗഖ്യമുണ്ടാകട്ടെ എന്ന് കൽപ്പിക്കുകയും ആ കൽപ്പിക്കുന്ന നിമിഷത്തിൽ കൽപ്പിച്ച് തീരുന്നതിന് മുൻപ് സൗഖ്യമുണ്ടാക്കുവാൻ കഴിയുന്ന ദൈവമാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ ഉൽപ്പത്തിയിലെ ദൈവം. അങ്ങനെ ആ സൃഷ്ടിപ്പ് ആരംഭിച്ചത്. സോ ഈ എപ്പിസോഡ് ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, ബറശീത്ത് ബാറ എലോക്കി യഥകശമായി വയത്സ അറച്ച് വഹ അറച്ച് ഹയത്ത തോകുവ ബഹോ. ആ ഭൂമി നൂറ്റാണ്ടുകളുടെ അല്ല മില്യൺസ് ഓഫ് ഇയേഴ്സിൻ്റെ പഴക്കം കൊണ്ട് പാഴും ശൂന്യമായിരുന്നു. ആഴത്തിൻ്റെ മേലെ ഇതിലുള്ളായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മുറുക്കി പിടിക്കുന്ന പോലെ പിടിച്ചു നിർത്തി. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിക്കായിരുന്നു ചെയ്തത്. ഈ പരിവർത്തനം എന്താ പരിവർത്തനം? ഇതൊരു നോൺസെൻസിക്കലായ ചില വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി സെൻസ്. മുറുകെ പിടിച്ചിരിക്കുക, നിന്നെ മുറുകെ പിടിച്ചിരിക്കുക. എന്തിനാ? ദുഷ്ടന് വിട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. എന്തിനാ? ദ ക്രിയേറ്റർ ഹാസ് ഗോട്ട് എ വേർഡ് ടു സ്പീക്ക് ടു യു. സൃഷ്ടാവിന് നിന്നോടൊരു വാക്ക് സംസാരിക്കാനുണ്ട്. എന്തുവാ സൃഷ്ടാവ് നിന്നോട് സംസാരിക്കാനുള്ള വാക്ക്? ഇല്ല 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 എന്ന് പറഞ്ഞിടത്ത്, നടക്കത്തില്ല 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 നടക്കത്തില്ലെന്ന് പറഞ്ഞിടത്ത്, സകലതും തീർന്നു പോയി എന്ന് പറഞ്ഞിടത്ത് യഖി യഖി എന്ന് പറഞ്ഞു നോക്ക്. യഖി എന്ന് പറഞ്ഞു നോക്ക്. സൃഷ്ടാവിനതാണ് നിന്നോട് സംസാരിക്കാനുള്ളത്. ആ പദത്തിൻ്റെ അർത്ഥം, യഖി എന്ന പദത്തിൻ്റെ അർത്ഥം, അതിൻ്റെ ക്രിയേറ്റീവ് പവർ എന്താണെന്ന് ദൈവം അനുവദിച്ചാൽ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫിനിഷ് യു ഗോ ടു ആസ്ക് മീ സംതിങ്. ഈ എപ്പിസോഡിൽ ഈ അവസാന നിമിഷത്തിൽ വരുമ്പോൾ ഒരു വ്യക്തിപരമാകുന്ന പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ കർത്താവിന് മനസ്സുണ്ട് എന്നുള്ളതാണ് ആ കൺക്ലൂഡിങ് ഭാഗത്ത് മനസ്സിലാകുന്നത്. മനസ്സുണ്ടെന്ന് മാത്രമല്ല, ദൈവം ടൈം ഫിക്സ് ചെയ്തിരിക്കുക. ഇടപെട്ട് സംസാരിക്കാൻ ദൈവം ഒരു സമയം വെച്ചിരിക്കുക. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി അവളോട് ഹൃദ്യമായി സംസാരിക്കും. എപ്പിസോഡ് കേൾക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കണം, നിൻ്റെ ജീവിതത്തിൽ ചില താഴ്ചകളും കഷ്ടങ്ങളും വീഴ്ചകളും ഒന്നുമില്ലായും ശൂന്യത ഉണ്ടാക്കിയത് നിന്നെ നശിപ്പിച്ച് കളയാനല്ല, നിന്നെ വശീകരിച്ച് മരുഭൂമിയിലോട്ട് കൊണ്ടുപോയിട്ട് ഹൃദ്യമായി സംസാരിക്കാൻ. യെസ്, ആമേൻ. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ വെളിപ്പെടുന്ന ദൈവശക്തി കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരിലും അവരുടെ മേൽ സൗഖ്യമായി, വിടുതലായി, ആശ്വാസമായി, സമാധാനമായി, ഉദ്ധാരണമായി, രക്ഷയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വലിയ അത്ഭുതങ്ങൾ ഇപ്പോൾ പരിശുദ്ധ റൂഹയുടെ ഒരു വലിയ കാറ്റ് തന്നെ ഈ പ്രിയപ്പെട്ടവരുടെ മേൽ അടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രിയപ്പെട്ടവർക്ക് വെളിപ്പാട് കിട്ടട്ടെ. തങ്ങളെ പരിശുദ്ധാത്മാവ്, പരിശുദ്ധ റൂഹ മറോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ദുഷ്ടന്റെ കയ്യിൽ വിട്ടുകൊടുക്കുകയില്ല. മറോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന പരിശുദ്ധ റൂഹയുടെ വെളിപ്പാട് ഈ പ്രിയപ്പെട്ടവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അധൈര്യങ്ങളും അവിശ്വാസങ്ങളും മനമടുപ്പുകളും എല്ലാം യേശുവിൻ നാമത്തിൽ കുടഞ്ഞു കളഞ്ഞ് ധീരന്മാരായിട്ട്
കർത്താവേ, ഈ പ്രിയപ്പെട്ടവർ തീരട്ടെ, തങ്ങളുടെ മുൻപിലെ സകല വെല്ലുവിളികളെയും ജയിക്കുന്നവരായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നുള്ള വചനം ഞാൻ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ജനത്തെ ബ്ലസ് ചെയ്യുന്നു, സൗഖ്യമാക്കുന്നു. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ എപ്പിസോഡ് കാണുവാൻ നിങ്ങൾ കാണിച്ച താല്പര്യത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വിനയപരിശ്രമം ഓർപ്പിക്കുന്നു. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെ ഇരിക്കും. ഗാഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റൈൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റൈൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.